ചങ്കിലെ ചോര കൊണ്ട് അവൻ എന്നെയും വീണ്ടെടുത്തു. ചങ്കോടാണ് ചവനേ നിന്നിൽ ഞാൻ ചാരിയിടുന്നു. ചങ്കിലെ ചോര കൊണ്ട് അവൻ എന്നെയും വീണ്ടെടുത്തു. ചങ്കോടാണ് ചവനേ നിന്നിൽ ഞാൻ ചാരിയിടുന്നു. കൽവറിയിൽ ചിന്തിയ രക്തത്തിൻ ഫലമായി, കൽവറിയിൽ ചിന്തിയ രക്തത്തിൻ ഫലമായി സാധുവായ എനിക്കു ദാനമായി രക്ഷ നൽകി. സാധുവായ എനിക്കു ദാനമായി രക്ഷ നൽകി. ആഹാ ലേലുയാ, 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 ആമേൻ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏകദേശം ഒരു വർഷത്തിന് ശേഷം ഈ രാജ്യത്ത് വീണ്ടും തീർത്തും അപ്രതീക്ഷിതമായിട്ട് കടന്നു വരുവാൻ കർത്താവ് തന്ന അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ മുമ്പാകെ നിൽപ്പാൻ എനിക്ക് വീണ്ടും ഒരു വർഷം കൂടെ ആയുസ്സും ആരോഗ്യവും ബലവും തന്ന് പ്രാപ്തനാക്കിയ എൻ്റെ ദൈവത്തോട് ഞാൻ നന്ദിയുള്ളവനാണ്. ഈ പുതുവർഷത്തിൻ്റെ പ്രാരംഭ ദിവസങ്ങളിൽ തന്നെ കർത്താവിൻ്റെ സാക്ഷിയായി നിൽപ്പാനായിട്ട്, വചനം പ്രസംഗിക്കുക എന്നുള്ള പദത്തെക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് യേശു കർത്താവിൻ്റെ സാക്ഷിയായി നിങ്ങളുടെ മുമ്പാകെ നിൽപ്പാൻ കർത്താവ് തന്ന പദവിക്കായി സ്തോത്രം. പ്രൈസ് ഗോഡ്. ഈ വിശുദ്ധ കൂട്ടായ്മയിലേക്ക് എനിക്ക് ഹാർദമായി സ്വാഗതം വരില്ല വാത്സല്യ കർത്തൃഭൃത്യൻ, സഭയിലെല്ലാ പ്രിയപ്പെട്ടവർ, ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ പ്രകാശിപ്പിക്കുന്നു. പ്രൈസ് ഗോഡ്. അല്പസമയം മറ്റു മുഖവരുകളൊന്നും കൂടാതെ തിരുവചനത്തിൻ്റെ ധ്യാനത്തിനായിട്ട് ശുദ്ധമുള്ള യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 43 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. ഷാൽ വി meditate from the book of Gospel according to John chapter 1 verses 43 to 46. പ്രൈസ്ലോ. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി എൻ്റെ ഉള്ളത്തോട് പരിശുദ്ധാത്മാവ് ആഴമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. ഇതുവരെയും തീർന്നിട്ടില്ല. പ്രൈസ് ഗോഡ്. അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു ഭാഗം, നഥനായേൽ ഹി ആസ്ക്ഡ് ഫിലിപ്പ്, ക്യാൻ എനിത്തിങ് ഗുഡ് കം ഔട്ട് ഓഫ് നസ്രേത്ത്. നഥാനിയേൽ ഫിലിപ്പോസിനോട് തന്നെ യേശുവിനെ കുറിച്ച് പറഞ്ഞ, തൻ്റെ അടുക്കിലേക്ക് വന്ന് പറഞ്ഞ ഫിലിപ്പോസിനോട് പറഞ്ഞു, നസ്രേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ക്യാൻ എനിത്തിങ് ഗുഡ് കം ഔട്ട് ഓഫ് ദിസ് പ്ലേസ്?
അതിന് നഥാനിയേലിനോട് ഫിലിപ്പോസ് പറഞ്ഞു, കം ആൻഡ് സീ, വന്ന് കാണുമീൻ. പ്രൈസ് ഗോഡ്. വേദപുസ്തകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പദപ്രയോഗമാണ് നസറായനായ യേശു ക്രിസ്തു. പ്രൈസ് ഗോഡ്. ഞാനതിൻ്റെ ഒന്ന് രണ്ട് ചില പശ്ചാത്തലത്തിലേക്ക് പോയിട്ട് നമുക്ക് തുടർന്ന് പെട്ടെന്ന് മുന്നോട്ട് പോകാനായിട്ട് കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. പ്രൈസ് ഗോഡ്. ഇവിടെ തിരുവെഴുത്ത് വായിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ നമുക്കറിയാം, പരിശുദ്ധാത്മാവിനാൽ യോഹന്നാൻ സ്നാപകൻ യോർദാൻ നദിക്കരയെങ്കിലേക്ക് എത്തുന്നു. യേശു കർത്താവ് യോഹന്നാൻ്റെ അടുക്കിലേക്ക് എത്തുന്നു. യോഹന്നാൻ യേശുവിനെ സ്നാനം കഴിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ വന്നിറങ്ങുന്നു. സ്വർഗത്തിൽ നിന്ന് പിതാവ് ഒരു ശബ്ദം കേൾപ്പിക്കുക, സംസാരിക്കുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിൻ. പ്രൈസ് ഗോഡ്. അങ്ങനെ പിറ്റേ ദിവസം യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരുമായി നിൽക്കുമ്പോൾ യേശു കർത്താവിന് വീണ്ടും കണ്ടപ്പോൾ യേശുവിനെ തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ്. പക്ഷെ തലേ ദിവസം കടന്നു വരുന്ന യേശുവിനെ കണ്ടിട്ട് യോഹന്നാൻ പൊതുജനത്തിന് പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു, ബിഹോൾഡ് ദ ലാംബ് ഓഫ് ഗാഡ് ഹു ടേക്സ് അവേ ദ സിൻ ഓഫ് ദ വേൾഡ്. നോക്കി കണ്ടാലും ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പിറ്റേ ദിവസം യേശു കർത്താവ് കടന്നു പോകുന്നത് കണ്ടിട്ട് യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരോട് പറയാണ്, ബിഹോൾഡ് ദ ലാംബ് ഓഫ് ഗോഡ്. അതാ ഇന്നലെ നമ്മൾ കണ്ട, ഇന്നലെ ഞാൻ സ്നാനപ്പെടുത്തിയെന്ന് അദ്ദേഹം പറയുന്നില്ല. പ്രൈസ് ഗോഡ്. അതൊക്കെ ഒരു ക്വാളിറ്റിയാണ്. പ്രൈസ് ഗോഡ്. ഇതാ ദ ലാംബ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഉടനെ തന്നെ തിരുവെഴുത്ത് പറയുന്നത്, യോഹന്നാൻ്റെ ശിഷ്യന്മാർ ദേ സീസ്ഡ് ഫോളോ ഹിം ആൻഡ് സ്റ്റാർട്ടഡ് ഫോളോയിങ് ജീസസ്. അവർ യോഹന്നാനെ അനുഗമിക്കുന്നത് വിട്ട് യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ കർത്താവിനെ അനുഗമിക്കുന്ന ഒരു കൂട്ടർ, അങ്ങനെ കർത്താവിൻ്റെ നമ്മൾ ആ ഭാഗം പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. ഇങ്ങനെ ഓരോരുത്തർ കർത്താവിൻ്റെ പിന്നാലെ പോകുന്നു. ചിലരെ കർത്താവ് കണ്ടിട്ട് പറഞ്ഞു, എന്നെ അനുഗമിപ്പിൻ. ചിലർ കർത്താവിൻ്റെ പിന്നാലെ പോയിട്ട് പറഞ്ഞു, റബി വേർ ഡു യു ലീവ്, അവിടുന്ന് എവിടെ, നിങ്ങൾ എന്തന്വേഷിക്കുന്നു ചോദിച്ചു. കർത്താവിൻ്റെ പിന്നാലെ ചെന്ന് ചിലരോട് കർത്താവ് പറഞ്ഞു, എന്നെ അനുഗമിക്കാൻ പറഞ്ഞു. വേറെ ചിലർ തൻ്റെ പിന്നാലെ ചെന്ന് വരുന്നത് കണ്ടിട്ട് അവരോട് ചോദിച്ചു, വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ, നിങ്ങൾ എന്താ അന്വേഷിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, റബി അവിടുന്ന് എവിടെ പാർക്കുന്നു? ഗുരു അങ്ങ് എവിടെ പാർക്കുന്നു? അപ്പോൾ കർത്താവ് പറഞ്ഞു, വന്ന് കാണുവിൻ. പ്രൈസ് ഗോഡ്. അങ്ങനെ പോയവരിൽ ഒരു വ്യക്തി ഫിലിപ്പോസ് കർത്താവിനെ ശ്രദ്ധിച്ച ശേഷം കർത്താവിൻ്റെ കൂടെ സമയം ചെലവഴിച്ച് യേശുവിനെ ശരിക്കും മനസ്സിലാക്കിയ ഫിലിപ്പോസ് ഒട്ടും താമസിച്ചില്ല, ഓടി വന്ന് നഥാനിയേലിനോട് പറയുകയാണ്. എന്തുകൊണ്ടാണ് നഥാനിയേലിൻ്റെ അടുക്കിലേക്ക് വന്നതിൻ്റെ കാരണം? പ്രൈസ് ഗോഡ്. നഥാനിയേലിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, we have found the Messiah of whom Moses and other prophets have already prophesied in the scripture. He is seen from Nazareth. He should be the son of Joseph. അതായത് മോശെ പ്രവാചകന്മാരൊക്കെ പറഞ്ഞിരിക്കുന്ന, ന്യായപ്രമാണ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന നസറായനായ യോസഫിൻ്റെ മകനായ യേശുവിനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നഥാനിയേൽ പറയുകയാണ്, നസറത്തിൽ നിന്നോ? നസറത്തിൽ എന്ന് പറഞ്ഞാൽ നസറത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ഉടനെ ഫിലിപ്പോസ് പറഞ്ഞു, കം ആൻഡ് സീ, വന്ന് കാണുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ നഥാനിയേൽ ഫിലിപ്പോസിൻ്റെ കൂടെ യേശുവിൻ്റെ അടുക്ക് ചെല്ലുന്നത് കണ്ടപ്പോഴേ കർത്താവ് പറയാണ്, ബിഹോൾഡ് ദ ജെന്യുൻ ഇസ്രായേലൈറ്റ്സ് ഇൻ ഹൂം ദെർ ഇസ് നോ ഗ്വെൽ. ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഒരു കാപട്യമില്ലാത്തവൻ. ഉടനെ നഥാനിയേൽ ചോദിച്ചു, ഹൗ ഡു യു നോ മീ, അങ്ങേക്ക് എന്നെ എങ്ങനെ അറിയാം? അപ്പോൾ കർത്താവ് പറഞ്ഞു, ഐ സോ യു വെൻ യു ആർ സിറ്റിംഗ് അണ്ടർ ദ ഫിഗ് ട്രീ. പ്രൈസ് ഗോഡ്. തിരുവെഴുത്ത് വായിക്കുമ്പോൾ എന്ത് ഇൻസ്പിറേഷനാണെന്നറിയാം നമ്മൾ വായിക്കും തോറും. പ്രൈസ് ഗോഡ്. നീ അത്തിയുടെ ചുവട്ടിരിക്കുമ്പോഴേ ഞാൻ നിന്നെ കണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ബീങ് സീറ്റഡ് അണ്ടർ ദ ഫിഗ് ട്രീ? അക്കോർഡിംഗ് ടു ദി ആൻഷ്യൻ ടൈംസ്, പഴയ അന്നത്തെ പുരാതന കാലഘട്ടത്തിലൊക്കെ പീപ്പിൾ ദോസ് ഹു വർ ഈഗർലി അവൈറ്റിംഗ് ഫോർ ദ കമ്മിങ് ഓഫ് ദ മെസായ, മശീഹായുടെ വരവിന് വേണ്ടി കാത്തിരിക്കാറുള്ള യഹൂദന്മാർ, ഡിവോട്ടീസ് ആയിട്ടുള്ള യഹൂദന്മാർ ജനറലി രണ്ട് മരങ്ങളുടെ ചുവട്ടിലാണ് കാത്തിരിക്കാറുള്ളത്. ഒന്ന്, ഭൂരിഭാഗം പേര് ഇങ്ങനെ കാത്തിരിക്കുന്ന ഡിവോട്ടഡ് ആയിട്ടുള്ള ആൾക്കാർ ഒന്നുകിൽ അത്തിയുടെ മരത്തിൽ കാത്തിരിക്കും,
അല്ലെങ്കിൽ മുന്തിരിയുടെ ചുവട്ടിൽ കാത്തിരിക്കും. 3 പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട് ഇവർ ഈ അത്തിയുടെ ചുവട്ടിൽ കാത്തിരിക്കുന്നു. പക്ഷേ മെജോറിറ്റി ഓഫ് ദോസ് ഡിവോട്ടീസ് ദേ വെയിറ്റ് അണ്ടർ ദ ഫിഗ് ട്രീ ഫോർ ദ കമ്മിങ് ഓഫ് ദ മെസ്സയ. അതായത് വെറുതെ കുത്തിയിരിക്കുകയല്ല, വേറെ കാര്യത്തിലൊന്നുമല്ല. ദേ ആർ കംപ്ലീറ്റ്ലി ഡിവോട്ടഡ്, എക്സ്ക്ലൂസീവ്ലി സെറ്റ് അസൈഡ് ദ ഹോൾ ലൈഫ് വെയിറ്റിംഗ് ഫോർ ദ മെസ്സയ. യേശു മശിഹായുടെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്, തിരുവചനം ധ്യാനിക്കുന്നവരാണ്. അതാണ് സങ്കീർത്തനം 1-ാം അധ്യായത്തിൽ പറയുന്നത്, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്ക് ഇലവാടാത്തതുമായ വൃക്ഷം എന്ന് പറഞ്ഞാൽ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ ആ കോണ്ടെക്സ്റ്റിൽ അത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മശിഹായുടെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടർ. അതുകൊണ്ടാണ് പറഞ്ഞ്, നീ എനിക്ക് വേണ്ടി, നീ മശിഹായ്ക്ക് വേണ്ടി കുറേ നാളായി അത്തിയുടെ ചൂട്ടിൽ കാത്തിരിക്കുന്നു. നിൻ്റെ ഇരിപ്പ് കണ്ടപ്പോൾ മനസ്സിലായി, ആരെയും കാണിക്കാനായിട്ട് ഭക്തനായിട്ടിരിക്കുന്നതല്ല. തിരുവഴുത്തിൽ ഫാൾസ് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞാൽ, അതായത് ഈ വ്യാജമായ താഴ്മയെക്കുറിച്ച് തിരുവഴുത്ത് പറയുന്നുണ്ട്. അങ്ങനെയല്ല. ഐ നോ ദറ്റ് യു ആർ ജെന്യൂൻ. നീ കാത്തിരുന്നത് നിഷ്കളങ്കതയോടുകൂടെയാണ്. പ്രൈസ് ഗോഡ്. യേശുവിനെ പോലെ ആരും ലോകത്തിൽ ജനിച്ചിട്ടില്ല. യേശുവിനെ പോലെ ആരും ലോകത്തെ സ്നേഹിച്ചിട്ടില്ല. യേശുവിനെ പോലെ ആരും ലോകത്തിൽ ജീവിച്ചിട്ടില്ല. യേശുവിനെ പോലെ ആരും ലോകത്തിൽ സൗഖ്യമാക്കിയിട്ടില്ല, സൗഖ്യമാക്കുന്നുമില്ല. യേശുവിനെ പോലെ ആരും വിടുവിക്കുന്നവനുമില്ല. യേശുവിനെ പോലെ തൻ്റെ പ്രാണനെ ആരും മറുവിലയായി തന്നിട്ടില്ല. പ്രൈസ് ഗോഡ്. യേശുവിനെ പോലെ ആരും മരിച്ചിട്ടില്ല. യേശുവിനെ പോലെ ആരും അക്ഷയനായി അജയ്യനായി ഉയർത്തെഴുന്നേറ്റിട്ടില്ല. യേശുവിനെ പോലെ രാജാതിരാജാവായി കർത്താതി കർത്താവായി വാഴുന്നവനാരുമില്ല. യേശുവിനെ പോലെ മടങ്ങി വരാൻ പോകുന്നവരും വേറെ ആരുമില്ല. യേശു മാത്രമാണ്. ഇത് രാത്രി കർത്താവിൻ്റെ സാക്ഷിയായി നിൽക്കാൻ ലോകത്തിൽ ലഭിച്ചത് ഭയങ്കര പദവിയാണ്. Whatever you may accumulate in this world, whatever you may attain or obtain in this world can never be compared to the knowledge of knowing Jesus. ലോകത്തിൽ എന്തൊക്കെ നേടിയാലും നമ്മുടെ കർത്താവിനെ അറിയുന്നതിൻ്റെ കീഴെ നിൽക്കുകയുള്ളൂ ബാക്കി മുഴുവനും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പാടാറുള്ള പാട്ടുണ്ട്, തേനിലും മധുരമായി, തേനിലും മധുരമായി, ലൈക്ക് ഹണി ഇൻ ദ റോക്ക്, സ്വീറ്റ് ഹണി ഇൻ ദ റോക്ക്, ജീസസ് tastes like honey in the rock. He is more riches than the silver and the gold. Praise God. സകല പൊന്നിനേക്കാൾ, തേനിനേക്കാൾ, തേൻകട്ടയേക്കാൾ യേശു ക്രിസ്തു മാധുര്യവാൻ, വിലപ്പെട്ടവനാണ്. പ്രൈസ് ഗോഡ്. ഇനി കർത്താവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ലോകം കണ്ടിട്ടുള്ള സകല മഹാന്മാരും ജനിച്ച ശേഷം അറിയപ്പെട്ടവരാണ്. All the great men of this world who are become part of the history and who are still alive, whether who will be still born. ലോകത്തിൽ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ളവരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരും ഇനി ആരെങ്കിലും വരാനുണ്ടെങ്കിൽ, അറിയപ്പെടാൻ പോകുന്നവരുണ്ടെങ്കിൽ പോലും, പ്രൈസ് ഗോഡ്, അതായത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർ ഇനി ആരെങ്കിലും അറിയപ്പെടാൻ പോകുന്നവരുണ്ടെങ്കിൽ എല്ലാം ജനിച്ച ശേഷം അറിയപ്പെട്ടവരാണ്. But there is only one character who has been famous even before who was born. ജനിക്കുന്നതിന് മുന്നമേ പ്രസിദ്ധനായ ഒറ്റ ഒരുവനുള്ളൂ, യേശു കർത്താവ്. Come on. Hallelujah. ലോകത്തിൽ പേര് കേട്ടവരെല്ലാം അവരാരും, because none of them were expected before they were born. അതായത് ഇന്ന് ലോകത്തിൽ പ്രസിദ്ധരായവരാരും ജനിക്കുന്നതിന് മുമ്പേ വരുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടവരല്ല. കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. Come on, praise God. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇന്നയാൾ വരാൻ പോവുകയാണ്, ഇന്ന തറമ്പിൽ ഇന്നയാൾ വരാൻ പോകുക എന്നുള്ള സംഭവം ഒരിക്കലും ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ വരുമെന്ന് പ്രസംഗിക്കപ്പെട്ടവനും, വരുമെന്ന് പ്രവചിക്കപ്പെട്ടവനും, വരുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടവനും ഒറ്റ ഒരാൾ മാത്രമാണ്, യേശു കർത്താവ്. There is only one person who was ever expected and who was prophesied, who was proclaimed in the history of humanity, that is none other than Jesus. And there is only one character is still expected to be revealed. ഇനിയും ലോകത്തിൽ വരുമെന്ന് പ്രസംഗിക്കപ്പെടുന്നത്, ലോകത്തിൻ്റെ തെരുക്കോണുകളിലും കവലകളിലും ക്രൂസൈഡുകളിലും വഴിയോരങ്ങളിലും പ്രസംഗിക്കപ്പെടുന്ന ഏക വ്യക്തിത്വം യേശു മാത്രമാണ്. ഹല്ലേലൂയ. Come on, hallelujah. Come on, praise God. നന്നായിട്ട് കരങ്ങളൊക്കെ അടിച്ചാൽ തണുപ്പൊക്കെ ഒന്ന് മാറി കർത്താവിനെ സ്തുതിച്ചാട്ടെ. Hallelujah, praise God. Come on, come brother. Praise God, hallelujah. നന്നായിട്ട് നിർത്തല്ലേ, ഞാൻ നിർത്താൻ പറഞ്ഞില്ലല്ലോ. Praise God. Praise God.
ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിൻപിയിലുള്ളതിനെ ഞാൻ മറന്നു, മുൻപിലുള്ളതിനായിട്ടാഞ്ഞു കൊണ്ടു ലക്കീലേക്കോടിടുന്നേ. പിൻപിയിലുള്ളതിനെ ഞാൻ മറന്നു, മുൻപിലുള്ളതിനായി കാഞ്ഞു കൊണ്ടു ലക്കീലേക്കോടിടുന്നേ. പാരിൽ പലവിധമാം പാടുകൾ ഏറിടുമ്പോൾ പാദം പതറിടാതെ പാതയിൽ ഓടിടും ഞാൻ. പാരിൽ പലവിധമാം പാടുകൾ ഏറിടുമ്പോൾ പാദം പതറിടാതെ പാതയിൽ ഓടിടും ഞാൻ. പ്രത്യാശയേറിടുന്നേ എൻ്റെ പ്രിയനുമായുള്ള വാസത്തെ ഓർത്തിടുമ്പോൾ പ്രത്യാശയേറിടുന്നേ. എൻ്റെ ഭാഗ്യമോർത്താൽ എൻ്റെ മനസ്സമ്മോദത്താൽ പൊങ്ങിടുന്നേ. പ്രിയ നിന്നോട് ചേർന്നിടുവാൻ എൻ്റെ ഭാഗ്യം ഓർത്താൽ എൻ്റെ മനസ്സമ്മോദത്താൽ പൊങ്ങിടുന്നേ. പ്രിയ നിന്നോടു ചേർന്നിടുവാൻ കൺകൾ കൊതിച്ചിടുന്നേ. കാന്തനെ കണ്ടു ഞാനും തന്നനു രൂപനായി നിത്യവും വാണിടുവാൻ. കൺകൾ കൊതിച്ചിടുന്നേ. കാന്തൻ കണ്ടു ഞാനും തന്നനു രൂപനായി നിത്യവും വാണിടുവാൻ. പ്രത്യാശയേറിടുന്നേ എൻ്റെ പ്രിയനുമായുള്ള വാസത്തെ ഓർത്തിടുമ്പോൾ പ്രത്യാശയേറിടുന്നേ. രാക്കാലമില്ലവിടെ നിത്യം കുഞ്ഞാടതിൻ വിളക്കായി വിലസിടുന്ന സൗഭാഗ്യപട്ടണത്തിൽ എന്നോ ഞാൻ ചേർന്നിടുമോ ആന്ന് ഗേഹമതിൽ നിത്യ യുഗങ്ങൾ മോദാൽ ശുദ്ധരോടൊത്തു വാഴാനെന്നോ ഞാൻ ചേർന്നിടുമോ ആന്ന് വ്യഗേഹമതിൽ നിത്യ യുഗങ്ങൾ മോദാൽ ശുദ്ധരോടൊത്തു വാഴാൻ പ്രത്യാശ ഏറിടുന്നേ. എൻ്റെ പ്രിയനുമായുള്ള വാസത്തെ ഓർത്തിടുമ്പോൾ പ്രത്യാശ ഏറിടുന്നേ. ഹല്ലേലൂയ. എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു ഗാനമാണത്. പണ്ടത്തെ TPM-ൽ അപ്പച്ചന്മാരെഴുതിയ ഗാനമാണ്. പ്രൈസ് ഗോഡ്. മടങ്ങി വരട്ടെ. ലോകത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട ഒരേ ഒരുവൻ യേശു കർത്താവാണ്. പ്രതീക്ഷിക്കപ്പെട്ടവൻ മാത്രമല്ല, പ്രവചിക്കപ്പെട്ടവനും പ്രസംഗിക്കപ്പെട്ടവനും യേശു മാത്രം. ഇന്നും വീണ്ടും അവൻ വന്നു, തൻ്റെ ദൗത്യം നിവർത്തിച്ചു, മടങ്ങിപ്പോയി. ഇനി ബാക്കി താൻ വന്ന ദൗത്യത്തിൻ്റെ ബാക്കി പത്രം പൂരിപ്പിക്കാനായി ഇനിയും വീണ്ടും വരുമെന്ന് പ്രസംഗിക്കപ്പെടുന്ന, മേഘാരൂഢനായി വരുമെന്ന് പ്രസംഗിക്കപ്പെടുന്ന ഒരേ ഒരുവൻ യേശു കർത്താവാണ്. കമോൺ, ഹല്ലേലൂയ. ക്രൂസൈഡിൽ പ്രസംഗിക്കുന്നവരാണെങ്കിലും, വഴിയോർത്ത് നിൽക്കുന്ന സാധുക്കളായ അപ്പച്ചന്മാരാണെങ്കിലും, സൈക്കിൾ ചവിട്ടി സുവിശേഷം പ്രസംഗിക്കുന്ന സാധുക്കളായ ഉപദേശിമാരാണെങ്കിലും, ലഘുലേഖ കൊടുക്കുന്നവരാണെങ്കിലും എല്ലാം ജീസസ് ഈസ് കമ്മിങ്, അവൻ വരാൻ പോകുകയാണ്. കമോൺ, പ്രൈസ് ഗാഡ്. ജനനത്തിന് മുന്നമേ ഫേമസ് ആയ ഒരേ ഒരാൾ യേശു മാത്രമാണ്. കാരണം അവൻ ഇരുന്നവനാണ്,
ഇരിക്കുന്നവനാണ്, വരുവാനുള്ളവനാണ്. ജനിക്കുന്നതിന് മുന്നമേ തന്നെ അവൻ്റെ പേര് നമുക്ക് വെളിപ്പെടുത്തി, ഇമ്മാനുവേൽ. അവൻ്റെ പേര് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. അവൻ ജനിക്കാൻ പോകുന്ന സ്ഥലം നേരത്തെ വെളിപ്പെടുത്തി. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അവൻ ജനിക്കാൻ പോകുന്ന കുലം നേരത്തെ വെളിപ്പെടുത്തി. അവൻ്റെ അഭിഷേകത്തെക്കുറിച്ച് നേരത്തെ വെളിപ്പെടുത്തി. അവൻ്റെ ശുശ്രൂഷകളെക്കുറിച്ച് വെളിപ്പെടുത്തി. നേരത്തെ അവൻ ചെയ്യാൻ പോകുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തിനും വെളിപ്പെടുത്തി. അവസാനമായി അവൻ തൻ്റെ പ്രാണനെ അകൃത്യയാഗമായി മറുവിലയായി തരുമെന്ന് നേരത്തെ വെളിപ്പെടുത്തി. മാത്രമല്ല, അവൻ മരണത്തെ ജയിക്കുമെന്നും മരണത്തിന് അവനെ തടുത്തു വയ്ക്കാൻ പറ്റില്ല എന്നും മരണത്തിന് അവനെ തൊടാൻ പറ്റില്ല എന്നും അന്ന് വരെ മരിച്ച വൃതന്മാർ മുഴുവനും മരണത്താൽ മരിച്ചപ്പോൾ ഇവൻ മരണത്തെ ജയിച്ച് മരിച്ചു ഉയർത്തെഴുന്നേറ്റവൻ. കാരണം എന്താണ്? യേശു കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ജീസസ് ഓൺ ദ ക്രോസ്, യേശു കർത്താവിൻ്റെ മരണശേഷം വേദപുസ്തകത്തിൽ nowhere the scripture says his dead body was laid in a tomb near Jerusalem. യേശുവിൻ്റെ മരണത്തിന് ശേഷം കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് ഈ കർത്താവ് മരിച്ചു എന്നതല്ല ശരി, തിരുവെഴുത്തിന് പറഞ്ഞ് ശരിയാണെങ്കിലും ശരിയായ ശരി തൻ്റെ പ്രാണനെ അവൻ ഏൽപ്പിച്ചു വന്നു എന്നാണ്. പ്രൈസ് ഗോഡ്. അവൻ ക്രൂശിൽ മരിച്ചു എന്ന് പറയുന്നതിനേക്കാൾ അവൻ ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു എന്നാണ്. മരിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷെ ശരിയായ ശരി വേദപുസ്തകത്തിൽ പറയുന്നത് ഹി ലെയ്ഡ് ഹിസ് ലൈഫ് ആസ് എ റാൻസം. അവൻ തൻ്റെ പ്രാണനെ മറുവിലയായി ഏൽപ്പിച്ചു തന്നു. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ജീസസ്, യേശു കർത്താവിൻ്റെ മരണശേഷം, കൺസേണിങ് ദ ഹാൻഡ്ലിംഗ് ഓഫ് ഹിസ് ബോഡി, nowhere the scripture says his dead body was laid in the tomb. ഒറ്റ സ്ഥലത്തും അവൻ്റെ ശവശരീരം കല്ലറി വെച്ചു എന്ന് പറഞ്ഞിട്ടില്ല, അവൻ്റെ മൃതദേഹം എന്ന് പറഞ്ഞിട്ടില്ല. കാരണം മരണവുമായി ബന്ധപ്പെട്ട ഒരു പദത്തിന് പോലും അവൻ്റെ പേരിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ പറ്റാതെ വണ്ണം അവൻ മരണത്തെ പരാജയപ്പെടുത്തി. മരണം വിലപിച്ച ഒറ്റ സംഭവം യേശു കർത്താവ് ക്രൂശിൽ മരിച്ച ദിവസമാണ്. മരണം പരാജയപ്പെട്ട ദിവസം, പാതാളം വിറച്ച ദിവസം, ഹല്ലേലൂയ, പൈശാചിക ലോകം നിലവിളിച്ച ദിവസം, യേശു ക്രൂശിൽ മരിച്ച ദിവസമാണ്. പ്രൈസ് ഗോഡ്. അത് വർഷത്തിലൊരിക്കൽ മാത്രം കൊണ്ടാടുന്നതല്ല. നമ്മൾ നടക്കുന്നതും ചലിക്കുന്നതും ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും യേശുവിൻ്റെ ഈ ജീവനിലാണ്. കാരണം വേദപുസ്തകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സാക്ഷ്യം എന്താണെന്നറിയാമോ? കർത്താവ് പറഞ്ഞു, ബിഹോൾഡ് ഐ ആം അലൈവ് ഫോർ എവർ. ഞാൻ എന്നേക്കും ജീവിക്കുന്നു. ജീസസ് ഈസ് അലൈവ്. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ അത് ഗുഡ് ന്യൂസ് ഓഫ് ദ ഗോസ്പൽ ഈസ് ദാറ്റ് ജീസസ് ഈസ് അലൈവ്. സുവിശേഷത്തിൻ്റെ സദ്വർത്തമാനം എന്നുള്ളത്, ദ ഗുഡ് ന്യൂസ് ഓഫ് ദ ഗോസ്പൽ ഈസ് ദാറ്റ് ജീസസ് ഈസ് അലൈവ്. യേശു ജീവിക്കുന്നു എന്നുള്ളതാണ്. യഹൂദന്മാരുടെ പത്രോസ് പ്രസംഗികൾ പറയുകയാണ്, പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ, അവർ പാട്രിയാർക്ക് ഡേവിഡ്, he lived and he died and we still see his tomb in our midst. നമ്മുടെ പൂർവ്വ പിതാവായ ദാവീദ് മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കല്ലറ ഇന്നുവരെ ഇവിടെ കിടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പാരമ്പര്യം വെച്ച് നോക്കുമ്പോൾ പാരമ്പര്യങ്ങൾക്കെല്ലാം കല്ലറകളുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. പക്ഷേ കല്ലറയുമായി ബന്ധപ്പെടാതെ, പുനരുത്ഥാനവുമായി ബന്ധപ്പെട്ട, ജീവനുമായി ബന്ധപ്പെട്ട, ഉയർപ്പുമായി ബന്ധപ്പെട്ട ഒറ്റ ഒരു മാർഗം യേശുവിൻ്റെ മാർഗമാണ്. Come on, hallelujah. There is only one thing in the world that is not connected to the tomb but to the resurrection. കാരണം ഇത് ആരംഭിച്ചത് കല്ലറയിൽ നിന്നല്ല, ഇത് അവസാനിക്കുന്നത് കല്ലറയിലല്ല. ആരംഭിച്ചത് ഉയരത്തിൽ നിന്നാണ്, അവസാനിക്കുന്നത് ഉയർപ്പിലാണ്. Come on, hallelujah, praise God. നമ്മൾ പാടാറുണ്ടല്ലോ, മരണത്താൽ മറയാത്ത മഹൽ സ്നേഹപ്രഭയാൽ പിരിയാ ബന്ധമാണ് ഇത്. ഓ, praise God, hallelujah. ഈ കർത്താവിനെ ആരാധിപ്പാൻ ഭൂമിയിൽ ഒരൊറ്റ മിനിറ്റ് കിട്ടിയാലും, ഒരു ദിവസം കിട്ടിയാലും, praise God, that is the greatest incomparable opportunity in the world. Come on, ഈ പുതുവർഷം ആ ചൈതന്യത്തോടെ മുന്നേറുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. യേശുവിനെ പോലെ ആരുമില്ല. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. മടങ്ങി വരട്ടെ. ഇവിടെ നമ്മൾ കർത്താവിനെ കുറിച്ച് കാണുന്നത്, അവൻ നസ്രായൻ എന്ന് നസ്രായൻ, അതായത് നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് ചോദിക്കും. കർത്താവിനെ നമ്മൾ കാണുന്നത്
നസ്രായനായിട്ടാണ്. പ്രൈസ് ഗാഡ്. ഇവിടെയാണ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൻ്റെ സിഗ്നിഫിക്കൻസ്, പ്രാധാന്യത നമ്മൾ കാണുന്നു. അവിടെ നമ്മൾ വായിക്കുന്നത് ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് 8. ഹി വാസ് അതായത് ഹി വാസ് സീൻ ഇൻ ദ ലൈക്ക്നെസ് ഓഫ് മെൻ. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. അപ്പോൾ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. പ്രൈസ് ഗോഡ്. തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അൻറ്റിൽ ദി എക്സ്ട്രീം ഓഫ് ഡെത്ത് ഹി ക്യാരിഡ് ഹിസ് ഒബീഡിയൻസ്. പ്രൈസ് ഗാഡ്. അതായത് ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി. ഇവിടെ കർത്താവിൻ്റെ ആ ജീവിത ശുശ്രൂഷയിൽ, ജീവിതയാത്രയിൽ, കർത്താവിൻ്റെ ഭൂമിയിലെ ശുശ്രൂഷയിൽ ഏറ്റവും അതിൻ്റെ ഹൈറ്റ്സ് നമ്മൾ കാണുന്നത് ഹ്യൂമിലിറ്റിയാണ്. തിരുവെഴുത്ത് പറയുന്നത്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കർത്താവിൻ്റെ താഴ്മയെക്കുറിച്ചൊരു ഭാഗം പറഞ്ഞു. ഇന്നൊരു വേറൊരു തലത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുക, താഴ്മയുടെ വേറൊരു ആംഗിളിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. പ്രൈസ് ഗോഡ്. ഇവിടെ നമ്മൾ കാണുന്നത് ഹി ഹംബിൾഡ് ഹിംസെൽഫ്. അവൻ തന്നെത്താൻ താഴ്ത്തി. So we always project the humility of Jesus right from the Garden of Gethsemane until Golgotha. നമ്മൾ കർത്താവിൻ്റെ താഴ്മയെ എപ്പോഴും കാണുന്നത് ഗെഥശമനെ തുടങ്ങി കാൽവറി വരെയാണ്. പക്ഷേ കർത്താവിൻ്റെ താഴ്മ എന്നുള്ളത് അവൻ തന്നെത്താൻ ഒഴിച്ചു, തന്നെത്താൻ താഴ്ത്തി. ഹി emptied himself. അവൻ തന്നെത്താൻ ഒഴിച്ചു. അതായത് പഴയൊരു ഗാനമുണ്ട് ഇംഗ്ലീഷ്, എങ്ങനെ പറഞ്ഞത്, ഫ്രം ഹെവൻ യു കെയിം ഹെൽപ്ലെസ് ബേബ് entered our world your glory veiled. അതായത് നിസ്സഹായനായ ഒരു ശിശുവിനെ പോലെ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ലോകത്തിന് വെളിപ്പെട്ടപ്പോൾ അങ്ങയുടെ മഹത്വം മറവായിരുന്നു. പ്രൈസ് ഗാഡ്. അപ്പോൾ അതായത് താൻ ഒഴിച്ചു എന്ന് പറയുന്നത്, ഹി emptied himself and he humbled himself. പ്രൈസ് ഗാഡ്. വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി. കർത്താവിൻ്റെ ഹ്യൂമിലിറ്റിയെ കുറിച്ച് പഠിക്കുമ്പോൾ യു ക്യാൻ സീ ദ ഹ്യൂമിലിറ്റി ഓഫ് ജീസസ് ഫ്രം ദ ടൈം വെൻ ഹി വാസ് ബോൺ. പ്രൈസ് ഗാഡ്. തിരുവഴുത്തിൽ നമ്മൾ കാണുന്നത് യേശു നമുക്ക് പ്രകടമായിട്ടുള്ള കർത്താവിൻ്റെ താഴ്മയുടെ പ്രകടമായ ഭാഗം, the visibility or the vicinity of Jesus' humility is seen to our human understanding right from the time when he was born in this world. യേശു കർത്താവ് ലോകത്തിൽ ജനിച്ച സമയം തൊട്ടാണ് ദൃശ്യമായ കർത്താവിൻ്റെ താഴ്മ നമ്മൾ കാണുന്നത്. പക്ഷെ അതിനപ്പുറത്താണ്, ബിക്കോസ് ഹി ഈസ് ബിയോണ്ട് അവർ കോംപ്രിഹെൻഷൻ. പ്രൈസ് ഗാഡ്. അവരുടെ താഴ്മയുടെ ആ മാനുഷികമായ നമ്മുടെ വീക്ഷണത്തിൽ, നമ്മുടെ അറിവിൽ, he chose to be born in a very poor family. Praise God. സാഗരത്തെ ഭരിക്കുന്ന ദൈവം, സകലത്തിനെയും കർത്തൃത്വം നടത്തുന്ന ദൈവം, രാജാധി രാജാവും കർത്താധി കർത്താവും. തിരുവെഴുത്ത് പറയുന്നത്, അതായത് പർവ്വതങ്ങൾ എനിക്കുള്ളവ, ഭൂമി മുഴുവനും വൃക്ഷങ്ങളും ഫലങ്ങളും എല്ലാം എൻ്റേതാണ്, എനിക്ക് വിശന്നാൽ നിന്നോട് ചോദിക്കേണ്ട കാര്യം തിരുവെഴുത്ത് പറയുന്നത്. അങ്ങനെ സർവ്വത്തെ നിയന്ത്രിക്കുന്ന ദൈവം. ഹല്ലേലൂയ. നക്ഷത്ര സമൂഹങ്ങളെ നിയന്ത്രിക്കുന്നവൻ. യോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ആകാശത്തിലെ നിയമങ്ങൾ നിനക്കറിയാമോ? പ്രൈസ് ഗോഡ്. ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു പറഞ്ഞ ഇത് സർവചരാചരങ്ങളെ സൃഷ്ടിച്ച, ഈ ഹിന്ദിയിൽ പറഞ്ഞിരിക്കുന്ന രചിച്ചവൻ, സകലത്തെയും രചിച്ച ദൈവം മനുഷ്യനായി ലോകത്തിന് വെളിപ്പെട്ടു. He could have chosen to be born in one of the most highly significant or noble family. വളരെ പ്രസിദ്ധമായി അറിയപ്പെട്ട നല്ല രാജകുടുംബത്തിൽ വേണമെങ്കിൽ കർത്താവിന് ജനിക്കാമായിരുന്നു. But he chose to be born in a very poor carpenter's home. പ്രൈസ് ഗാഡ്. ജനിപ്പാൻ അവൻ തെരഞ്ഞെടുത്തത് ഏറ്റവും സാധുവായൊരു കുടുംബത്തിലാണ്. കാരണം 8ാം നാൾ അവൻ ആലയത്തിൽ പ്രതിഷ്ഠിക്കാൻ കൊണ്ടുപോകുമ്പോൾ വലിയൊരു യാഗമൃഗത്തെ കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. കുറുപ്രാവിനെ കൊണ്ടാണ് പോയത്. കമോൺ. മറ്റൊരു വാക്കിൽ പറഞ്ഞു, നമ്മുടെ കർത്താവ് നമ്മളെക്കാൾ താഴ്മയുള്ളവനാണ്. നാം ആരാധിക്കുന്ന ദൈവം, God whom we worship is more humble than you and me. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് മത്തായി 11-ാം അധ്യായത്തിൽ, ടേക്ക് അപ്പ് മൈ യോക്ക് ആൻഡ് ലേൺ വിത്ത് മീ ഫോർ ഐ എം ഹംബിൾ ആൻഡ് മീക്ക്. ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനുമാകിയാൽ എൻ്റെ മുഖമെടുത്ത് എന്നോട് പഠിപ്പീൻ, ദെൻ യുവർ സോൾ ഷാൾ ഫൈൻഡ് റെസ്റ്റ്. നിങ്ങളുടെ ആത്മാക്കൾക്ക് വിശ്രാമം കണ്ടെത്തുവാൻ സാധിക്കും. പ്രൈസ് ഗോഡ്. ഞാൻ മടങ്ങി വരട്ടെ. അങ്ങനെ he chose to be born in a very poor family. Secondly, he chose to be born in a town which was not a very big in size.
അതാണ് മിഖാ പ്രവാചകനോട് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. യു ഓ ബെത്ലഹേം എഫ്രഥ, although you are very tiny tribe among the tribes of Israel, yet you are not very simple, because the one who will rule Israel will come out of you. നീയോ ബെത്ലഹേം എഫ്രഥായെ, നീ ചെറിയൊരു ഗോത്രമാണെങ്കിലും നീ നിസ്സാരക്കാരനല്ല. കാരണം ഇസ്രായേലിലെ മേയ്പ്പാനുള്ളവൻ അത് ഇന്നും തീർന്നിട്ടില്ല, ആരംഭിച്ചിട്ടേ ഉള്ളൂ. പ്രൈസ് ഗോഡ്. അതിലൊരു ഭാഗം മാത്രമാണ് നമുക്ക് ദൃശ്യമായിട്ടുള്ളത്. ഇനിയും വരാൻ പോകുക ബാക്കി പത്രം. പ്രൈസ് ഗോഡ്. ഇസ്രായേലിനെ മേയ്പ്പാനുള്ളവൻ നിന്നിൽ നിന്ന് വെളിപ്പെടും. പ്രൈസ് ഗോഡ്. സോ ഹി ചോസ് ടു ബി ബോൺ ഇൻ എ വെരി സ്മോൾ ടൗൺഷിപ്പ്. But concerning the circumstance, the scenarios in which he was born, he chose to be born in a season where the situations were completely contrary. There were not even a facility for him to be laid in a place. The Bible says they laid him in a manger. Hallelujah. അവർ ലോകത്തിൽ വെളിപ്പെടുവാനായി തിരഞ്ഞെടുത്തത് ബെത്ലഹേം. പക്ഷേ തിരഞ്ഞെടുത്ത സാഹചര്യം എന്നുള്ളത്, ഇറ്റ് വാസ് ഇൻ എ സിറ്റുവേഷൻ where there were no rooms for them. ഹല്ലേലൂയ. തൻ്റെ ജനന സമയത്ത് തനിക്ക് പരിചരിപ്പാൻ ആവശ്യമായ പ്രാഥമികമായ ഒരു പരിചരണങ്ങൾക്കും യാതൊരു സാധ്യതയുമില്ല. അത് കാരണം മറ്റുള്ള ദേശത്തെല്ലാം ആളുകൾ സെൻസസ് എൻറോൾ ചെയ്യാൻ വരുന്ന സമയമാണ്. There were no rooms for them, even though there were rooms, but nobody had opened the door for them. ഹല്ലേലൂയ. ചരിത്രം പറയുന്നത് ജോസഫ് had knocked on many doors, but no doors were open. ഹല്ലേലൂയ. എത്രയോ വാതിലുകൾ യോസഫ് അന്വേഷിച്ചു മുട്ടി, പക്ഷേ ഒരു സ്ഥലത്തും അനുകൂലമായ മറുപടി വന്നില്ല. And the Bible says they laid him in a manger. അവർ അവനെ ഒരു പുൽത്തൊട്ടിയിൽ കിടത്തി. He chose to be born in a place, in a circumstance where there were no facility for him to be born in a normal way, but to be laid in a manger. ഒരു പുൽത്തൊട്ടിയിൽ കിടക്കത്തക്കവണ്ണം അവൻ തന്നെത്താൻ താഴ്ത്തി. ഹല്ലേലൂയ. Come on, hallelujah. ഇനി അതിലേക്ക് പല ഭാഗത്തേക്ക് ഒത്തിരി ഓടണമെന്നുണ്ട്, പക്ഷെ ഞാൻ നിങ്ങൾക്ക് ബാക്കി അങ്ങ് ധ്യാനിക്കാൻ വേണ്ടി ഇട്ട് തരികയാണ്. പിന്നീട് യോസഫിനോട് ദൈവം തന്റെ ദൂതനെ അയച്ചിട്ട് അമ്മയും ശിശുവിനെയും കൂട്ടി മിസ്രൈമിലേക്ക് പോയി ഒളിച്ചിരിക്കാൻ പറയുന്നു. മടങ്ങി വരുന്നു. പ്രൈസ് ഗോഡ്. പിന്നെ നമ്മൾ കാണുന്നത് he chose to be known from the most insignificant place called Nazareth. എന്നാൽ താൻ വളർന്നു വന്നപ്പോൾ അറിയപ്പെടാൻ ആഗ്രഹിച്ചത് ആ കാലഘട്ടത്തിൽ ആരും അറിയപ്പെടാൻ ആഗ്രഹിക്കാത്ത ഒരു ഗ്രാമത്തിൽ നിന്നായിരുന്നു. അവിടെയാണ് നസ്രത്തിനെ കുറിച്ചുള്ള ഒരു പ്രത്യേകത എന്നുള്ളത്. ബിക്കോസ് ദാറ്റ് സ്മോൾ വില്ലേജ് ഓർ സ്മോൾ ടൈനി ടൗൺഷിപ്പ് കോൾഡ് നസ്രത്ത് വാസ് ദ മോസ്റ്റ് അൺസിവിലൈസ്ഡ് and the most obscured and insignificant in those days. ആ കാലഘട്ടത്തിൽ ഒരു സംസ്കാരമില്ലാത്ത സംസ്കാരശൂന്യമായ ജനത്തിൻ്റെ ഭാഷാരീതിയും സംസ്കാരം മുഴുവനും വളരെ തരം താഴ്ന്ന നിലവാരത്തിലായിരുന്നു. ആരും നസ്രത്തിൽ നിന്ന് അറിയപ്പെടാൻ ആഗ്രഹിക്കാത്ത സമയത്ത് നമ്മുടെ കർത്താവ് അവിടത്തുകാരനായി അറിയപ്പെടാൻ ആഗ്രഹിച്ചു. ഇന്ന് കർത്താവ് ലോകത്തിൽ എത്രത്തോളം പ്രസിദ്ധമാണോ അത്രത്തോളം പ്രസിദ്ധമായി നസ്രത്ത്. മാത്രമല്ല ഭൂതങ്ങൾ പോലും അലറി ഓടുന്നത് നസ്രനായ യേശുവിന്റെ നാമത്തിലാണ്. ഞാൻ പറഞ്ഞു വായിച്ച് കൊണ്ടതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം നമ്മെ തെരഞ്ഞെടുത്തത് നമ്മൾ ആരായതുകൊണ്ടല്ല. കർത്താവിന് അറിയാം നമ്മൾ ആരാണെന്ന്. 2, നമ്മൾ ആരായിരുന്നു എന്നൊക്കെ കർത്താവിന് അറിയാം. ബട്ട് ദോസ് തിങ്സ് വർ നോട്ട് അറ്റ് ഓൾ മാൻഡേറ്ററി ടു ബി ചോസൻ ബൈ ഗാഡ്. അതിൻ്റെ കുലീനത്വം കൊണ്ടോ തറവാടിത്തം കൊണ്ടോ ഒന്നുമല്ല ദൈവം തിരഞ്ഞെടുത്ത്. വി ആർ മിസ്റ്റേക്കൺ ഇഫ് യു ആർ തോട്ട് അബൌട്ട് ഇറ്റ്. സോ അങ്ങനെ ചിന്തിച്ചെങ്കിൽ നമുക്ക് തെറ്റിപ്പോയി. കാരണം ദൈവിക തെരഞ്ഞെടുപ്പിൻ്റെ മൊത്തം തുക നമുക്കറിയാവുന്ന ദൃശ്യമായ വെളിപ്പെട്ട ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ദൈവിക തെരഞ്ഞെടുപ്പിനകത്ത് ഹല്ലേലൂയ ഉന്നത കുടുംബത്തിൽപ്പെട്ടവരുണ്ട്, ഓർഡിനറി കുടുംബത്തിൽപ്പെട്ടവരുമുണ്ട്, ഒരു അഡ്രസ്സ് പോലും പറയാനില്ലാത്തവരുമുണ്ട്. ഹല്ലേലൂയ. ഒരു മേൽവിലാസം, പ്രോപ്പറായിട്ടൊരു മേൽവിലാസം പോലും, മറ്റൊരു വാക്കിൽ പറഞ്ഞ ഒരു ഐഡന്റിറ്റി പോലും പറയുവാൻ, എൻ്റെ അപ്പൻ ഇന്നതാണെന്ന് പറയാൻ പോലും പറ്റാത്ത രീതിയിൽപ്പെട്ടവരെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട്. കാരണം ദൈവം നമ്മെല്ലാം തിരഞ്ഞെടുത്തതിൻ്റെ കാരണം നമ്മൾ ആരായതുകൊണ്ടല്ല, ആരായി തീരണമെന്നതാണ്. പ്രൈസ് ഗാഡ്. നമ്മൾ ജനിച്ച കുലീനത്വം, നമ്മൾ ജനിച്ച തറവാടിത്വം ഇന്നും നമ്മുടെ അകത്ത് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഈ സ്ഫണം ഉയർത്തുന്നെങ്കിൽ നമ്മൾ അതിനെ ഉരിഞ്ഞു കളയണം. കാരണം അതല്ല രക്ഷയ്ക്ക് കാരണം. കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, പ്രവൃത്തികൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ.
Come on, hallelujah, praise God, praise God. വേറെ ആരെക്കുറിച്ച് രണ്ട് വാക്ക് പറയുന്നതിനേക്കാൾ നമ്മുടെ കർത്താവിനെ കുറിച്ച് രണ്ട് വാക്ക് പറയുന്നതാ നമുക്ക് ഏറ്റവും അവിടെ ആ ജീവൻ കിടക്കുന്നത്. Come on, hallelujah, praise God. Come on, കർത്താവിനെ അറിയുന്നതിൽ ആ ജീവൻ, ബിക്കോസ് ഹി ഈസ് ഫുൾ ഓഫ് ലൈഫ്. താൻ മുഴുവൻ ജീവന. കർത്താവിനെ എങ്ങനെ തൊട്ടാലും ജീവൻ, എവിടെ തൊട്ടാലും സൗഖ്യമാണ്, എവിടെ തൊട്ടാലും ജീവനാണ്, ബിക്കോസ് ഹി ഈസ് ഫുൾ ഓഫ് ലവ്. There is none without sin, but there are no sins he cannot forgive. പാപം ചെയ്യാത്ത ആരുമില്ല, തനിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ഒരു പാപവുമില്ല. മറ്റൊരു വാക്കിൽ പറഞ്ഞ ഹിസ് ലവ് ഈസ് മോർ ഡീപ്പർ ദാൻ ദ ഡെപ്ത് ഓഫ് അവർ ഫോൾ. നമ്മുടെ വീഴ്ച എത്ര ആഴമുള്ളതാണെങ്കിലും അതിനേക്കാൾ ആഴമുള്ളതാ ദൈവത്തിന്റെ സ്നേഹം. പ്രൈസ് ഗാഡ്. കം ഓൺ, ഒന്ന് കർത്താവിനെ സ്തുതിക്കാമോ നിങ്ങൾക്കിത് വിശ്വാസമുണ്ടെങ്കിൽ? പ്രൈസ് ഗാഡ്, പ്രൈസ് ഗാഡ്, പ്രൈസ് ഗാഡ്. നന്നായിട്ടൊന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വീഴ്ചയുടെ ആഴം എത്രയായിക്കൊള്ളട്ടെ, പക്ഷെ സങ്കീർത്തനത്തിൽ പറയാണ്, അവൻ തന്റെ വചനം അയച്ച് അവിടെ കുഴികളിൽ, ആർക്കും രക്ഷിക്കാൻ പറ്റാത്ത കുഴികളിൽ നിന്ന് പോലും വിടുവിപ്പാൻ ശക്തനാ. ആർക്കും വിടുവിക്കാൻ പറ്റാത്ത ഊരാക്കുടുക്കിൽ നിന്ന് പോലും ദൈവം നിങ്ങളെ വിടുവിപ്പാൻ ശക്തനാണ്. ആർക്കും തിരുത്താൻ പറ്റാത്ത റിപ്പോർട്ട് പോലും തിരുത്തുവാൻ ദൈവം വിശ്വസനാ. 112 സങ്കീർത്തനം പറയുന്നത്, Blessed is the man who fears God and who delights in his commandment. യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആ 7ാമത്തെ വാക്യം പറയും, he will not be afraid of a bad report. ഒരു തെറ്റായ വർത്തമാന നിമിത്തം അവൻ പേടിക്കയില്ല. ഇന്ന് രാത്രി ഏതെങ്കിലും റിപ്പോർട്ട് കേട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്? Come on, hallelujah. Are you intimidated by hearing some report, evil report, fabricated stories? ചമയിക്കപ്പെട്ട, ഉണ്ടാക്കപ്പെട്ട, കെട്ടിച്ചമയ്ക്കപ്പെട്ട എന്തെങ്കിലും റിപ്പോർട്ട് ഇന്ന് രാത്രി നിങ്ങളെ അത് കേട്ട് ഭയപ്പെട്ടാണ് ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ, lay them at the feet of the master. ഇന്ന് രാത്രി കർത്താവിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഈ റിപ്പോർട്ടിന് തിരുത്താൻ പറ്റാത്ത ഒരു റിപ്പോർട്ട് ലോകത്തിലില്ല. കാരണം ഇതുപോലെ ലോകത്തിലെ സകല റിപ്പോർട്ടുകളെ ജയിച്ച മറ്റൊരു റിപ്പോർട്ട് വേറെ ഇല്ല. Come on, hallelujah, come on. എത്ര അപവാദങ്ങൾ ജയിച്ച റിപ്പോർട്ടായി ഇത്, എത്ര കള്ളസാക്ഷികൾ ജയിച്ച റിപ്പോർട്ടായി ഇത്. Come on, hallelujah, hallelujah, praise God. ഇത് ചുമന്നുകൊണ്ട് നടക്കാൻ കർത്താവ് നമ്മോട് കൽപ്പിച്ചത്, ഞാനൊരു പത്രം തല ചുമന്നേനെ. Praise God, come on. എത്ര നിന്ദകൾ ജയിച്ചതായി റിപ്പോർട്ട്. യെശയ്യാ 51 പറയാ, who has believed our report? ഞങ്ങളുടെ റിപ്പോർട്ട് ഞങ്ങൾ കേൾപ്പിച്ചത് ആര് വിശ്വസിച്ചിരിക്കുന്നു? Come on, ഹല്ലേലൂയ. ഏതെങ്കിലും റിപ്പോർട്ട് ഇന്ന് രാത്രി നിങ്ങളെ ഭാരപ്പെടുത്തുന്നെങ്കിൽ, അത് ഹൃദയത്തെ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, come on, lay it at the feet of Jesus. Praise God, hallelujah, 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 hallelujah. Thank you Jesus, thank you Jesus, thank you Jesus. Don't be intimidated, don't be moved by any evil tiding. Hallelujah. ദുർവർത്തമാന നിമിത്തം അവൻ പേടിക്കയില്ല. Hallelujah, praise God. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദ തണലാകും, ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും, കൃപയൊന്നാശ്രയമായി, കൃപയൊന്നൻ ആശ്രയമായി, കൃപയൊന്നൻ ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാളും, വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാളും. എനിക്കാനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ടുല്ലാസമുണ്ട്. എനിക്കാനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ടുല്ലാസമുണ്ട്. എന്നെ വീണ്ടെടുത്തവൻ, എന്റെ പ്രാണവല്ലഭൻ,
എൻ്റെ കൂട്ടായി തൻ കൂടെയുണ്ടല്ലോ. എന്നെ വീണ്ടെടുത്തവൻ എൻ്റെ പ്രാണവല്ലഭൻ, എൻ്റെ കൂട്ടായി തൻ കൂടെയുണ്ടല്ലോ. മരുവിലൻ ദൈവമെനിക്കധിപതിയേ, മരുവിലൻ ദൈവമെനിക്കധിപതിയേ. തരും അവൻ പുതുമന്ന അത് മതിയേ, തരും അവൻ പുതുമന്ന അത് മതിയേ. മാറായെ മധുരമാക്കി തീർക്കുമവൻ, മാറായെ മധുരമാക്കി തീർക്കുമവൻ. പറയെ പിളർന്നു ദാഹം പോക്കുമവൻ, പറയെ പിളർന്നു ദാഹം പോക്കുമവൻ. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൽ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. സ്തുതിച്ചിടുക നാം അവന്റെ നാമം. സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോ ദേശവും തന്നു. സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. എന്തൊരത്ഭുതം ഈ വൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം തുള്ളുന്നേ. എന്തൊരത്ഭുതം ഈ വൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം തുള്ളുന്നേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. തന്റെ കരുണയെത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹാശ്ചര്യമേ. തന്റെ കരുണയെത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹം ആശ്ചര്യമേ. എൻ ലംഘനങ്ങളും എന്നകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. എൻ ലംഘനങ്ങളും എന്നകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. യേശു മാറാത്തവൻ. നന്ദി പിതാവേ, താങ്ക് യു ജീസസ്. ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. There is power, power, wonder working power in the blood of the Lamb. There is power, power, wonder working power in the precious blood of the Lamb. There is power, power, wonder working power in the blood of the Lamb. There is power, power, wonder working power in the precious blood of the Lamb. Thank you, Jesus. Hallelujah. Thank you, Jesus. Amen. Praise God.
Praise God. He chose to be known from Nazareth, which no one had ever desired to do so. ആരും ആഗ്രഹിക്കാത്ത ഒരു സ്ഥലത്ത് നിന്ന്. അതുകൊണ്ടാ, that was one of the chief reasons why the Jewish people rejected him. യോഹന്നാൻ 7-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, he stood in the temple and he shouted with a loud voice and said, anyone who believes, anyone who thirsts, let him come to me and drink. ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ. He who believes on me according to the scripture. മലയാളത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെയല്ല അവിടെ. He who believes on me according to the scripture എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്നിൽ വിശ്വസിക്കുള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയും പോലെ ജീവജലം നദി എന്നല്ല, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്നൊരു കണ്ടീഷനാണ് തിരുവെഴുത്ത് പറയും പോലെ. എന്ന് പറഞ്ഞാൽ Christ according to the scripture and Christ according to the picture are never the same. ഹല്ലേലൂയ. തിരുവെഴുത്തിൽ കാണുന്ന യേശുവും ചിത്രത്തിൽ കാണുന്ന യേശുവും രണ്ടും രണ്ടാ. Christ according to the picture has been articulated out of imagination. That's a system of the world. That's a system of religion. ചിത്രത്തിൽ കാണുന്ന യേശു ഭാവനയിൽ ഒരു തിരിഞ്ഞതാ, പക്ഷെ തിരുവെഴുത്തിലെ ക്രിസ്തു വെളിപ്പെട്ടവനാ. Because we don't worship God out of imagination. We worship God out of revelation, in spirit and truth. നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നത് സാങ്കല്പികമല്ല, ദൈവം എന്ന സങ്കല്പത്തിലല്ല നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നത് ആത്മാവിലാണ്, കണക്റ്റഡ് ഡയറക്റ്റ്. കാരണം എന്താണ്? We worship the owner of our spirit. നമ്മുടെ ആത്മാവിൻ്റെ ഉടയവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. He was revealed, വെളിപ്പെട്ടവനാണ്. The religions promote people to meditate on the basis of some imagination. ലോകത്തിലെ മതങ്ങൾ എന്തെങ്കിലും സങ്കല്പത്തെ അടിസ്ഥാനമാക്കി മനുഷ്യനെ ധ്യാനിപ്പിക്കുമ്പോൾ, the scripture promote people, insist people to worship him not out of imagination but out of revelation, because Jesus is not an image nor is an imaginary person. യേശു ക്രിസ്തു ഒരു ഉണ്ടാക്കപ്പെട്ട രൂപമല്ല, ഒരു സാങ്കല്പിക വ്യക്തിയല്ല, വെളിപ്പെട്ടവനാ, living. That's why the Bible says Jesus is alive. യേശു ജീവിക്കുന്നു. Come on. ലോകത്തിൽ ഓരൊറ്റ എണ്ണത്തിനും പറയാൻ പറ്റില്ല നമ്മുടെ കർത്താവിനെ പോലെ. ഹലോ, come on, hallelujah. While all the tomb of every well-known heroes of this world remain silent and shut. Praise God. ലോകത്തിലുള്ള സകല ഉന്നതന്മാരുടെയും കല്ലറകൾ അടഞ്ഞ് നിശബ്ദമായി കിടക്കുമ്പോൾ, നമ്മുടെ കർത്താവിൻ്റെ കല്ലറ തുറക്കുക മാത്രമല്ല, he is resurrected, he is risen. അവൻ ഉയർത്തെഴുന്നേറ്റു. ദൈവസഭയുടെ അടിസ്ഥാനം സാങ്കല്പികമല്ല. ദൈവസഭയുടെ അടിസ്ഥാനം യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം എന്ന യാഥാർത്ഥ്യത്തിന്മേല, ആ അടിസ്ഥാനത്തിന്മേല കർത്താവ് നമ്മെ പണിതിട്ടിരിക്കുന്നത്. അതായത് ലോകത്തിലുള്ള സകലത്തെയും സാത്താൻ ജയിക്കും. Satan can overcome almost everything in this world except one thing. ലോകത്തിൽ ഒന്നൊഴിച്ച് ബാക്കി സകലത്തെയും സാത്താൻ ജയിക്കും. ലോകത്തിലുള്ള സകല സംവിധാനങ്ങളെയും സാത്താൻ ജയിക്കും. ലോകത്തിലുള്ള സകല സിസ്റ്റത്തെയും സാത്താൻ ജയിക്കും. ലോകത്തിലുള്ള സകല മാർഗത്തെയും സാത്താൻ ജയിക്കാൻ പറ്റും, എക്സെപ്റ്റ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ദൈവസഭയൊഴിച്ച് ലോകത്തിൽ സാത്താന് ജയിക്കാൻ പറ്റാത്ത ഒരൊറ്റ സംഭവം ഭൂമിയിൽ ഇന്നുണ്ടെങ്കിൽ അത് ദൈവസഭയാണ്. കൃപയാൽ ആ ശരീരത്തിൻ്റെ ഭാഗമാകാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. ആ തിരിച്ചറിവിലാണ് നമ്മൾ കർത്താവിനെ ആരാധിക്കുക. ഞാൻ വേഗത്തിൽ 2-3 മിനിറ്റോട് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. സാഹചര്യങ്ങൾ കണക്കിലാക്കണമല്ലോ. പ്രൈസ് ഗോഡ്. പാസ്റ്റർ എനിക്ക് ഒത്തിരി സമയം തന്നിട്ടുണ്ട്, പക്ഷെ അതൊന്നും I don't want to misuse it. I just want to put everything in the order. പ്രൈസ് ഗോഡ്. കർത്താവ് അറിയപ്പെടാൻ ആഗ്രഹിച്ചത് നസ്രത്തിൽ നിന്നാണ്. അപ്പോൾ യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ചിലര്, അതായത് he who believes on me according to the scripture, അതായത് തിരുവഴുത്തിൽ പറഞ്ഞിരിക്കും, തമിഴ് പറഞ്ഞിരിക്കണേ, വേദവാക്യം ചൊല്ലുகிறபடி എന്നിൽ വിശ്വാസമായിരിക്കുന്നവർ. പ്രൈസ് ഗോഡ്. തിരുവഴുത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ എന്നിൽ വിശ്വസിക്കുക. അതായത് കർത്താവ് ലോകത്തിന് വെളിപ്പെട്ടത് തിരുവഴുത്തുകളെ പ്രകാരം. 1 കൊരിന്ത്യർ 15 പൗലോസ് പറയാണ്, he was born according to the scripture, not according to the picture. He lived according to the scripture, he died according to the scripture, and he is resurrected according to the scripture. അവൻ തിരുവഴുത്ത് പ്രകാരം ജനിച്ചു, തിരുവഴുത്ത് പ്രകാരം മരിച്ചു, തിരുവഴുത്ത് പ്രകാരം ഉയർത്തെഴുന്നേറ്റു. പ്രൈസ് ഗോഡ്. ഇങ്ങനെ
തിരുവഴുത്തിയ പ്രകാരം എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് അവനാണ് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത്. പ്രൈസ് ഗാഡ്. ഉടനെ അത് കേട്ടപ്പോൾ ജനത്തിന് ചിലർ പറഞ്ഞു, ഓ ദാറ്റ് മസ്റ്റ് ബി ക്രൈസ്റ്റ്, അത് ക്രിസ്തുവാണ്. ചിലർ പറഞ്ഞു ദാറ്റ് മസ്റ്റ് ബി എ പ്രോഫറ്റ്. ഉടനെ വീണ്ടും ചോദിക്കണം, ഹൗ ക്യാൻ ക്രൈസ്റ്റ് ബി ഫ്രം ഗലീലി? ഈ ക്രിസ്തുവോ, എങ്ങനെയാ ക്രിസ്തു ഗലീലക്കാരനാകുന്നേ? ഡോണ്ട് യു നോ ദ സ്ക്രിപ്ചർ സേസ് ദാറ്റ് ഹി ഷുഡ് ബി ബോൺ ഇൻ ദ ടൗൺ ഓഫ് ബെത്ലഹേം ആസ് എ സീഡ് ഓഫ് ഡേവിഡ്. താൻ ജനിക്കേണ്ടത് ദാവീദിന്റെ സന്തതിയായി, ദാവീദ് പാർത്ത നഗരമായ ബെത്ലഹേം എന്നല്ലയോ? സോ ഹൗ ക്യാൻ ഹി ബി എ ഗലീലിയൻ? ബട്ട് ദേ നെവർ ന്യൂ ഹി വാസ് ബോൺ ഇൻ ബെത്ലഹേം. അവർക്കറിയില്ലായിരുന്നു അവൻ ബെത്ലഹേമിൽ ജനിച്ചത്. പക്ഷെ അവൻ അറിയപ്പെടാൻ ആഗ്രഹിച്ച അന്ന് ലോകത്തിലാരും ആ ഒരു കെയർ ഓഫ് ആഗ്രഹിച്ചിരുന്നില്ല. കമോൺ, ഹല്ലേലൂയ. അങ്ങനെ നസറത്തിന്റെ കെയർ ഓഫിൽ അറിയപ്പെടുവാൻ ആ കാലഘട്ടത്തിൽ ആരും ആഗ്രഹിക്കാത്ത സമയത്ത് ജീസസ് ചോസ് to be known from that most uncultured, uncivilized, obscure place. ആരും അറിയാത്ത ഇരുണ്ട സ്ഥലത്തു നിന്നും അറിയപ്പെടാനായിട്ട് ആഗ്രഹിച്ചു. അതുകൊണ്ട് അവനെ കണ്ടപ്പോൾ പറഞ്ഞത്, സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും ജാതികളുടെ ഗടിയിലും ഇങ്ങനെ ഇരുട്ടിലിരുന്ന ഒരു ജനം വലിയൊരു വെളിച്ചം കണ്ടു. Hallelujah. Hallelujah. To them a great light was shone in the darkness. അങ്ങനെ in a place where the death has cast its shadow എന്നാ പറഞ്ഞത്. മരണം താഴെ നിഴല് വിരിച്ച സ്ഥലമായിരുന്നു ഇത്, ഗലീലയില്. അങ്ങനെ ഒരു സ്ഥലത്ത് ഇരുന്ന ജനത്തിന്, പ്രതീക്ഷ നഷ്ടപ്പെട്ട ജനത്തിന് മുമ്പിൽ ഒരു വെളിച്ചം ഉദിച്ചു. പരിശുദ്ധാത്മാവ് ഇവിടെ യേശുവിനെ ചിത്രീകരിക്കുന്നത് ഒരു ലൈറ്റ് ഹൗസ് ആയിട്ടാണ്. പ്രൈസ് ഗോഡ്. കരകാണാതെ ആഴിയിൽ വലയും പോരെ കരുണയെ കാംക്ഷിക്കും മൃതപ്രായവരെ, വരികവൻ ചാരത്ത് ബന്ധിതരെ, തരുമവൻ കൃപ മന ശാന്തിയതും, ജീവന്റെ ഉറവിടം ക്രിസ്തു. അപ്പാ, ഹല്ലേലൂയ. സമുദ്രത്തിൽ യാത്ര ചെയ്യുന്നവര് ദിവസങ്ങളായി, ആഴ്ചകളായി കര കാണാതെ സമുദ്രത്തിൽ യാത്ര ചെയ്ത് ഇനി എന്നൊരു തീരം കാണാൻ പറ്റുമെന്ന് ആഗ്രഹിച്ച് അവർ നോക്കുന്ന മുഴുവനും ഈ ചുമത ലൈറ്റ്, ഏത് ലൈറ്റ് ഹൗസ്. അങ്ങനെ വെളിച്ചം കാണുമ്പോൾ അവർക്കറിയാം, സഡൻലി ദേ വിൽ ബി ഫിൽ വിത്ത് എ റാപ്ചറസ് ജോയ്. ഒരു എവിടെയെങ്കിലും ഒരു ലൈറ്റ് ഹൗസ് കാണുമ്പോഴത്തേക്കും ഈ സഞ്ചരിക്കുന്ന ഈ പടകിലെ കപ്പലിലെ ക്യാപ്റ്റനെ ഏറ്റവും വലിയ സന്തോഷം, ഹലോ സോ ദർ ഈസ് സംവെയർ ദർ ഈസ് എ ഷോ. എവിടെയോ ഒരു തീരം. ചിലര് വെളിച്ചം കാണുമ്പോൾ അവിടെ നിൽക്കുക, അങ്ങോട്ട് പോകുന്നില്ല. പക്ഷെ കൃപയാൽ ആ വെളിച്ചത്തിൽ പ്രവേശിക്കാൻ, ആ വെളിച്ചത്തെ ആശ്ലേഷിപ്പാൻ ഭാഗ്യം നമുക്ക് ലഭിച്ചു. പ്രൈസ് ഗാഡ്. ഇത് രാത്രി തികഞ്ഞ ചാരിതാർത്ഥ്യത്തിലാണ് നമ്മൾ ഇത് രാത്രി കർത്താവിനെ ആരാധിക്കുന്നത്. അവൻ നമ്മുടെ കർത്താവാണ്. പ്രൈസ് ഗാഡ്. നസറത്തിൽ നിന്ന് വല്ല അന്നത്തെ ഒരു കാഷ്വൽ വേ ഓഫ് ഫ്രേസ് ആയിരുന്നു. സാധാരണ എല്ലാ ഭാഷകളിലും എല്ലാ രാജ്യങ്ങളിലും എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും സ്ഥലത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്തിനൊക്കെ തരം താഴ്ത്തി വളരെ മോശം ഹാസ്യമായി ചിത്രീകരിക്കാനുള്ള ചില ഹാസ്യമായിട്ടുള്ള ഫ്രേസസ് ഉണ്ട്. അന്നത്തെ ഏറ്റവും മോശമായ ഒരു ഫ്രേസ് ആയിരുന്നു, ഓ ഈസ് ദർ എനിത്തിങ് ഗുഡ്, ഈസ് എനിത്തിങ് ഗുഡ് ഇൻ നസറത്ത്, ക്യാൻ എനിത്തിങ് ഗുഡ് കം ഔട്ട് ഓഫ് നസറത്ത്? നസറത്തിൽ നിന്ന് വല്ലതും കിടക്കോ? ഹലോ, ഹല്ലേലൂയ. Have you ever been questioned with the same question tag? നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നേരിട്ട് പറഞ്ഞിട്ടില്ല, ഇവനൊക്കെ എന്നാ ചെയ്യാനാ? ഹലോ, ഇവനോ? ശിഷ്യന്മാർ എത്ര പേര് അന്ന് ലോകം പറഞ്ഞു, ദിസ് അൺഎഡ്യൂക്കേറ്റഡ്, അൺസ്കൂൾഡ്, അൺപടക് ലോക്, പഠിക്കാത്ത ഇവനൊക്കെ എവിടെ പോയി എന്ത് പറയാനാ? നീ അവിടെ പോകുമെന്നോ? യെസ്, വിളിച്ചവൻ വിശ്വസ്തനാ. He has not called the qualified, but he qualifies the called. കഴിവുള്ളവരെയല്ല വിളിച്ചത്, വിളിച്ചവരെ അവൻ പ്രാപ്തരാക്കി. അതാ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാധുര്യം. ലോകത്തിലെ മറ്റെല്ലാ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ അവസാനമാണ് ക്വാളിഫൈഡ് ആണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. പക്ഷെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രത്യേകത ആരംഭത്തിൽ വിളിച്ച് നമ്മെ അങ്ങ് യോഗ്യരാക്കിയാണ്. ഹലോ, കമോൺ, പ്രൈസ് ഗോഡ്. നമ്മൾ പ്രിപ്പറേഷനൊക്കെ പറയുമ്പോൾ അത് ശുശ്രൂഷ ക്യാരക്ടർ ഫോർമേഷനെ ബന്ധത്തിൽ, പക്ഷെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ തക്കവണ്ണം അവൻ നമ്മെ അവസാനമല്ല പ്രാപ്തരാക്കുന്നത്, യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച ആ നിമിഷം തന്നെ He has qualified us to become partakers
in his kingdom with the saints in the light. അതായത് വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി അവൻ നമ്മെ യോഗ്യരാക്കി, പ്രാപ്തരാക്കി. രക്ഷിക്കപ്പെട്ട നിമിഷം തന്നെ, അതാ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്, ഹ്യൂജ് പാക്കേജാണ്. പ്രൈസ് ഗോഡ്. അപ്പം തന്നെ നമ്മെ യോഗ്യരാക്കി ദൈവരാജ്യത്തെ പ്രവേശിപ്പാൻ. പിന്നെ ശുശ്രൂഷയ്ക്കും സ്വഭാവ രൂപീകരണത്തിനൊക്കെ കർത്താവ് നമ്മെ രൂപീകരിക്കുന്ന മറ്റൊരു ഭാഗമുണ്ട്, അത് മറ്റൊന്നാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഏതെങ്കിലും മേഖലകളിൽ if you have ever been underestimated, if you have ever been humiliated, looked down, praise God, taken very silly, മറ്റുള്ളവർ മുമ്പാകെ ഒരുപക്ഷെ നമ്മുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലോ വിദ്യാഭ്യാസത്തിൻ്റെ ന്യൂനതയുടെ അടിസ്ഥാനത്തിലോ അയോഗ്യതയുടെ അടിസ്ഥാനത്തിൽ എവിടെയെങ്കിലും ഹ്യൂമിലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി നസ്രായിലേക്ക് നോക്കുക. Come on, praise God. ഒരു നിമിഷം ദൈവസേനയിൽ നമ്മുടെ ഹൃദയങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? താങ്ക് യു ജീസസ്. എവിടെയെങ്കിലും തരം താഴ്ത്തപ്പെട്ടിട്ട് അത് ഹൃദയത്തിൽ മുറിവായി പരിണമിച്ചെങ്കിൽ ഇന്ന് രാത്രി നസ്രായനായ യേശുവിലേക്ക് നോക്കുക. He chose to be known from that place, from the most obscure place. He could have chosen to be born, known in a well-known place, in a palace, but he chose to be known, to be raised up in a place that no one ever dared to be known. ആരും അറിയപ്പെടാൻ ആഗ്രഹിക്കാത്ത, ആരും അറിയപ്പെടാൻ ആഗ്രഹിക്കാത്ത ആ കെയർ ഓഫ് നമ്മുടെ കർത്താവ് ഏറ്റെടുത്തു. അതുകൊണ്ട് നമ്മുടെ അയോഗ്യതകൾക്കൊക്കെ പരിഹാരമായി ക്രിസ്തുവിൽ, നമ്മുടെ അപ്രാപ്തികൾക്കൊക്കെ പരിഹാരമായി, എവിടെയൊക്കെ തരം താഴ്ത്തപ്പെട്ടോ അതിനൊക്കെ പരിഹാരം. അതാ യേശു സകലത്തിന് പരിഹാരം. പ്രൈസ് ഗോഡ്. ഒരു നിമിഷം ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് ആഗ്രഹമാക്കാം. Come on, praise God. Have you ever been offended because of some humiliated situations, underestimated, looked down, insulted on the basis of your background, because of your least qualification, because of your background, obscurity of your background? ജനിച്ചു വളർത്തപ്പെട്ട പശ്ചാത്തലത്തിൻ്റെ കുലീനത്വമില്ലായ്മയിലോ ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ എവിടെയെങ്കിലും ജീവിതത്തിൽ അയോഗ്യത ഉണ്ടാക്കപ്പെട്ട മറ്റെന്തെങ്കിലും സർക്കംസ്റ്റാൻഷ്യൽ ഇഷ്യൂസ്, if that still pains you, aches your heart, come to the foot of Jesus. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹൃദയങ്ങളൊന്ന് കർത്താവിലേക്ക് ആഗ്രഹമാക്കാമോ? ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഇന്ന് രാത്രി ഈ കമ്പൗണ്ട് വിട്ടു പോകുമ്പോൾ ആ വേദനകളൊക്കെ ശമിച്ച് സൗഖ്യമായി സന്തോഷത്തോടെ പ്രാഗൽഭ്യത്തോടെ എൻ്റെ കർത്താവ് നസ്രായനായ യേശുവാണ്. Come on, praise God. ആരും തിരഞ്ഞെടുപ്പാൻ ആഗ്രഹിക്കാത്ത പശ്ചാത്തലം, ആരും അറിയപ്പെടാൻ ആഗ്രഹിക്കാത്ത ഒരു സ്ഥലം കർത്താവ് തിരഞ്ഞെടുത്തെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അയോഗ്യതകൾ എന്തുമായിക്കൊള്ളട്ടെ, ലോകം അംഗീകരിക്കാത്തതായിക്കൊള്ളട്ടെ, അയോഗ്യതകളാകട്ടെ, കഴിവില്ലായ്മയാകട്ടെ, കഴിഞ്ഞ കാലങ്ങളിലെ പരാജയമാകട്ടെ, അപജയങ്ങളാകട്ടെ, പരാധീനതകളാകട്ടെ, മറ്റുള്ളവർ നമ്മെ മുൻവിധിയോടെ നോക്കുന്ന മുൻധാരണകളായിക്കൊള്ളട്ടെ, അതിനെല്ലാം ഒരു പരിസമാപ്തിയുണ്ട് കർത്താവിലേക്ക് വരുമ്പോൾ. Because the Bible says in the book of 1 Thessalonians chapter 5 verse 24, God who calls you is faithful. He will do it. നിങ്ങളെ വിളിച്ച ദൈവം, നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തൻ, അവനത് നിവർത്തിക്കുന്നവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഒന്ന് വായികളൊക്കെ തുറന്ന് ദൈവത്തോടൊക്കെ നന്ദി പറഞ്ഞാട്ടെ. കം ഓൺ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. എല്ലാവരും വായികളെ തുറന്നു സന്തോഷത്തോടെ നമ്മുടെ ഹൃദയത്തിലെ വേദനകളും ആകുലതയൊക്കെ, നമ്മൾ 2024 ഏതെങ്കിലും വേദനയായിട്ടാണോ ഈ 25 കടന്നു വന്നിരിക്കുന്നത്, അതൊക്കെ ഒന്ന് വിട്ടുകള. കമോൺ, കമോൺ. Don't be caught up in the prison bars of those humiliations or underestimation. ആരെങ്കിലും നമ്മെ തരം താഴ്ത്തിയതോ അവഗണിച്ചതോ ഒഴിവാക്കിയതോ വേദനിപ്പിച്ചതോ ആയ ആ prison bars, തടവറയുടെ ആ പാളിക്കകത്ത് കിടക്കല്ലേ. We need to come out of it. Because Jesus is the deliverer of the prisoners. നമ്മുടെ കർത്താവ് തടവറയിൽ നിന്ന് സ്വാതന്ത്ര്യം തരുന്നവനാണ്. God doesn't want you to live caught up in the prison bars. Hallelujah. Thank you, Jesus. Hallelujah. We worship you, Lord.
Hallelujah. Lift up your head to the coming King. Bow before him and adore him, sing to his majesty. Let your praises be pure and holy, giving glory to the King of Kings. Lift up your head to the coming King. Bow before him and adore him, sing to his majesty. Let your praises be pure and holy, giving glory to the King of Kings. Hallelujah. Come on, come on. എല്ലാവരും കരങ്ങൾ ഉയർത്തി. Shall we all rise on our feet? ഒന്ന് എഴുന്നേറ്റ് കർത്താവിനെ സ്തുതിക്കാം ആത്മാർത്ഥതയോടെ. Thank you, Jesus. Thank you, Jesus. Hallelujah. We worship you, Lord. Hallelujah. എല്ലാവരും കർത്താവിന് വായകൾ തുറന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. Thank you, Jesus. Hallelujah. Thank you, Jesus. Hallelujah. ഒരു അരമിനിറ്റ് ഒന്ന് ദിവസം നമ്മളെ തന്നെ ഒന്ന് ഹൃദയങ്ങളൊക്കെ ഒന്ന് ഏകാഗ്രമാക്കി ഹൃദയത്തിലെ വിചാരങ്ങളെയും ചിന്തകളെയും വികാരങ്ങളിലേറ്റ മുറിവുകളെയൊക്കെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് അൺലോഡ് ചെയ്ത് കൊടുക്കുക. കർത്താവ് പറഞ്ഞു, ഐ വിൽ ഗിവ് യു റെസ്റ്റ്. ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരും. ബിക്കോസ് പ്രൈസ് ഗോഡ്, ദ ബൈബിൾ സേസ് ഗോഡ് ഓഫ് കമ്പാഷൻ. അവൻ മനസ്സിലുള്ള പിതാവ്, സർവാശ്വാസങ്ങളുടെ ദൈവമാണ്. ഗോഡ് ഓഫ് കംഫർട്ട്. Thank you, Jesus. Hallelujah. Thank you, Jesus. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ രാത്രി അവിടുത്തെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ വന്ന് അണയുന്നപ്പ, ഒരു പ്രാവശ്യം കൂടെ ഭൂമുഖത്ത് ജീവിപ്പാൻ ഞങ്ങൾക്ക് ആയുസ് നീട്ടി തന്നല്ലോ. അവിടുത്തെ പ്രവൃത്തികളെ ഓർപ്പാൻ, അങ്ങയുടെ അപദാനങ്ങളെ കീർത്തിപ്പാൻ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി, ഞങ്ങളുടെ അതിർത്തിൽ തന്ന സ്തുതികൾക്കായി സ്തോത്രം. ഈ സന്ധ്യ, ഈ രാത്രി സമയം ഈ സഭയെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അല്പമായി ആരംഭിച്ച ദൈവം ഇത്രത്തോളം വളർത്തിയല്ലോ. അവിടുത്തെ തിരുവെഴുത്തിൽ യോബിൻ്റെ പുസ്തകം 8-ാം അധ്യായം 7-ാം വാക്യത്തിൽ നിങ്ങൾ വായിക്കുന്ന പോലെ, യുവർ ബിഗിനിങ് ക്യാൻ ബി വെരി ഇൻസിഗ്നിഫിക്കൻറ്റ്, ബട്ട് ദി എൻഡ് ഷാൽ ബി ഗ്രേറ്റർ ആൻഡ് ഗ്ലോറിയസ്. ഹല്ലേലൂയ. ഇതിൻ്റെ ആരംഭം ഏറ്റവും ചെറുതായിരിക്കാം, പക്ഷേ അവസാനം ഏറ്റവും ശ്രേഷ്ഠമാക്കുന്ന ദൈവം. ഇത് രാത്രി ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, പ്രൈസ്, ഒന്നുമില്ലായ്മയിൽ ഞങ്ങളെ ഉയർത്തി അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ കാണുമാറാക്കിയ ദൈവമേ, ഓരോ ദിവസവും ഞങ്ങൾ ഇരിക്കുന്നതും നടക്കുന്നതും ചലിക്കുന്നതെല്ലാം അത്ഭുതമാണ്. ഹല്ലേലൂയ. ഞങ്ങൾ ശ്വസിക്കുന്നത് അത്ഭുതമാണ്, ഞങ്ങൾ നടക്കുന്നതും അത്ഭുതമാണ്, ഞങ്ങൾ വാഹനം ഓടിക്കുന്നതൊക്കെ അത്ഭുതമാണ്, ഞങ്ങൾ ചെയ്യുന്നതെല്ലാം അത്ഭുതമാണ്. തിരുവഴുത്തിൽ പറയുന്ന പോലെ, ഹല്ലേലൂയ, ഐ താങ്ക് യു ബിക്കോസ് ഐ എം ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി മെയ്ഡ്. നീ എന്നെ ഭയങ്കരവും അതിശയമായി. വി ആർ എ ലിവിങ് വണ്ടർ ലോർഡ്. ഞങ്ങൾ ജീവിക്കുന്നൊരു അത്ഭുതമാണ്. ഹല്ലേലൂയ. ഞങ്ങൾ പലപ്പോഴും അതൊന്നും അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ പലപ്പോഴും അവിടെയുടെയൊക്കെ ചെറിയ അത്ഭുതങ്ങളൊക്കെ ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ ഞങ്ങൾ തന്നെ ദൈവത്തിൻ്റെ മഹാസംഭവമാണെന്ന്, ഞങ്ങൾ തന്നെ വലിയൊരു അത്ഭുതമാണെന്ന്, അവിടുത്തെ അത്ഭുതത്തിൻ്റെ പ്രവൃത്തികളാണെന്ന്
പലപ്പോഴും ഞങ്ങൾ ഓർത്തിട്ടില്ല അപ്പ. ഈ രാത്രി ഞങ്ങൾക്ക് ആ ജ്ഞാനം ഗ്രഹിപ്പിച്ചതിനായി നന്ദി. ഈ സഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അവിടുത്തെ വിലപ്പെട്ട ദാസനെയും കുടുംബത്തെയും തലമുറകളെയും തന്നോടൊപ്പം കൊടുത്തിരിക്കുന്ന കർത്താവെ ഭക്തന്മാരെയും വിലപ്പെട്ട ശുശ്രൂഷകാരെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്ത് അവരെ തുടർന്നും പണിയണമേ, അവരെ ഉയർത്തണമേ, മാന്യതകൾ കൽപ്പിച്ചാക്കണമേ. ഈ സ്ഥലത്ത് കർത്താവ് ഇനി സ്ഥലം പോരാ എന്ന് പറയുവോളം ആത്മാക്കളുടെ വലിയൊരു ഒഴുക്ക് കർത്താവ് കൊടുക്കണം. അനേക ഭാഷക്കാർ ഈ ചുറ്റുപാടുള്ള ഈ ദേശത്തിലെ വേൾഷ് ആൾക്കാർ, എൻ്റെ അപ്പ, ഈ ദേശത്ത് ഈ ഇന്നത്തെ തലമുറയോട് അവിടുന്ന് കരുണ കാണിക്കണമേ. അവരെല്ലാം ഇരുട്ടിൽ തപ്പിത്തടയുകയാണ്. അവരുടെ പൂർവികന്മാർ ശക്തമായി അങ്ങയ്ക്ക് വേണ്ടി നിന്നവരാ. ആ വെളിച്ചം നഷ്ടപ്പെട്ടു പോയി. ഇന്ന് രാത്രി ഞങ്ങളെ വെളിച്ചമാക്കി ദേശത്ത് കൊണ്ടുവന്നല്ലോ, അവർക്കിത് വെളിപ്പെടുത്തുവാനായി എൻ്റെ പിതാവേ, അനേകര് കടന്നു വന്ന് ഇടമുറിയാതെ അനവരതം അങ്ങേ സ്തുതിക്കത്തക്കവണ്ണമുള്ള വലിയൊരു കൂട്ടത്തെ, അതുമാത്രമല്ല ആ കൂട്ടത്തെ ഉൾക്കൊള്ളുവാനുള്ള മനസ്സും ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അനേകര് കടന്നു വന്നു, അനേക ചെറുപ്പക്കാർ കടന്നു വന്നു. മരണത്തിൻ്റെ താഴ്വരയിൽ സഞ്ചരിക്കുന്ന ജനത്തിന് വലിയൊരു വെളിച്ചമാക്കി ക്രിസ്തുവിൻ്റെ ഹല്ലേലൂയ പ്രൈസ് ഗോഡ് പ്രതിമകളാക്കി ഞങ്ങളെ ഈ ലോകത്ത് നിർത്തിയിരിക്കുക. സ്തോത്രം. പ്രതിപുരുഷന്മാരാക്കി ഞങ്ങൾ നിർത്തിയിരിക്കുക. സ്തോത്രം. അവിടുത്തെ സൗരഭ്യം അനേകരിലേക്ക് പരത്തുവാൻ തുടർന്ന് ഞങ്ങളെ ധൂപവർഗമായിട്ട് ഉപയോഗിക്കണമേ. ഹല്ലേലൂയ. ഈ ദേശത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഭരണ സംവിധാനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.